മിശിഹായിൽ അനുഗ്രഹീതരായവരെ, ദിവ്യകാരുണ്യ ഈ ദിവസം നിങ്ങളെല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഈശോയുടെ സംരക്ഷണവും സഹായവും ഈ ദിവസം മുഴുവനും നിങ്ങൾക്ക് ഓരോരുത്തർക്കും ലഭിക്കട്ടെ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിന്റെ 16-ാമത്തെ അധ്യായത്തിന്റെ 20-ാമത്തെ തിരുവചനത്തിൽ നമ്മൾ വായിക്കുകയാണ്, ഇപ്പോൾ നിങ്ങൾ ദുഃഖിക്കും, എന്നാൽ നിങ്ങളുടെ ദുഃഖം സന്തോഷമായിട്ട് മാറും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ദുഃഖങ്ങളൊക്കെ മാറുന്ന ഒരു ദിവസമുണ്ട്. ദുഃഖങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നു എന്ന് വരാം, എന്നാൽ നിത്യമായിട്ട് നിൽക്കുന്ന ഒരു ദുഃഖവും നമ്മുടെ ജീവിതത്തിൽ ദൈവം അനുവദിക്കുകയില്ല. എല്ലാ ദുഃഖങ്ങൾക്കും അപ്പുറത്തൊരു സന്തോഷമുണ്ട്. എന്നാൽ ദുഃഖമില്ലാതെ സന്തോഷവുമില്ല. നമ്മുടെ ജീവിതത്തിൽ ചില ദുഃഖങ്ങളൊക്കെ നമ്മൾ ഏറ്റെടുക്കണം, ചില സഹനങ്ങൾ നമ്മൾ അനുഭവിക്കണം. അപ്പോഴാണ് നമ്മുടെ ജീവിതത്തിന് ഒരു അർത്ഥം ഉണ്ടാവുകയുള്ളൂ, നമ്മുടെ കുടുംബത്തിലേക്ക് ദൈവത്തിന്റെ കൃപയൊഴുകുകയുള്ളൂ. കൂടുതൽ സന്തോഷം അനുഭവിക്കാനായിട്ടും ആ സന്തോഷത്തിന്റെ വില ശരിക്കും മനസ്സിലാക്കാനും നമുക്ക് സാധിക്കുന്നത് ദുഃഖങ്ങൾ ജീവിതത്തിൽ നമ്മൾ ഏറ്റെടുക്കാൻ തയ്യാറാകുമ്പോഴാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദുഃഖങ്ങൾക്കൊക്കെ അപ്പുറത്തൊരു സന്തോഷമുണ്ട്. നിത്യമായ ദുഃഖത്തിൽ തീരാൻ നമ്മുടെ ജീവിതത്തെ ദൈവം അനുവദിക്കത്തില്ല. സന്തോഷം നമുക്ക് നൽകും. നമ്മുടെ ദുഃഖങ്ങളെല്ലാം ഈശോയുടെ മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ, ഞങ്ങളുടെ ജീവിതത്തെ പരിപൂർണമായിട്ട് അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ജീവിതങ്ങളെ അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. ഞങ്ങളുടെ ദുഃഖങ്ങളെല്ലാം സന്തോഷമാക്കി മാറ്റണമേ. ഞങ്ങളുടെ ജീവിതത്തിലേക്ക്, ദുഃഖ അനുഭവങ്ങളിലേക്ക് അങ്ങ് ഇറങ്ങി വരണമേ. ശക്തിപ്പെടുത്തണമേ. ജീവിതങ്ങൾക്ക് കരുത്ത് നൽകണമേ. വിശുദ്ധിയിൽ ഞങ്ങളെ വളർത്തണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവെ, ദിവ്യകാരുണ്യത്താൽ ആശീർവദിക്കുമ്പോൾ ഇവരിൽ നിന്ന്, ഇവരുടെ ഭവനങ്ങളിൽ നിന്ന്, ഇവരുടെ അധ്വാന മേഖലകളിൽ നിന്ന്, ഇവർ പോകുന്ന വഴികളിൽ നിന്ന് എല്ലാ തിന്മകളും, കെട്ടുകളും, ബന്ധനങ്ങളും, പിശാചിന്റെ ഉപദ്രവങ്ങളും, ശാപശക്തികളും, ദുർശക്തികളും, തടസ്സങ്ങളും നിർവീര്യമായി തീരട്ടെ എന്ന് കൽപ്പിക്കുന്നു. അന്ധകാര ശക്തികൾ വിട്ടുപോട്ടെ എന്ന് കൽപ്പിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.